ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ആ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. യേശു കർത്താവ് ജീവിക്കുന്നു. നമ്മൾ ഈ വചനത്തിൻ്റെ കൂടെയാണ് ലൂക്ക 13:8 ചേർത്ത് ധ്യാനിക്കുന്നത്. കാരണം വെച്ചാൽ ലൂക്ക 13:8 പറയണത് ചില മരങ്ങൾ നമുക്ക് വരുമാനമൊന്നും തരത്തില്ല. ചില മരങ്ങൾ നമുക്ക് വരുമാനമൊന്നും തരത്തില്ല എന്നാണ് പറയണത്. അതുകൊണ്ട് അത് കൃഷിക്കാരൻ ചോദിക്കും, അത് വെട്ടിക്കളയട്ടെ എന്ന് ചോദിക്കുമ്പോൾ യജമാൻ്റെ കൈ ഉയരും, അരുതെന്നും പറഞ്ഞുകൊണ്ട്. വെട്ടണ കാര്യം പറയുമ്പോൾ എപ്പോഴും കർത്താവിൻ്റെ കൈ ഉയരും, അരുത്. നമുക്കെപ്പോഴും ഇങ്ങനെ ഒഴിവാക്കണം. നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, വിഷമമുണ്ടാക്കുന്ന വ്യക്തികൾ, സംഭവങ്ങൾ, സാഹചര്യങ്ങൾ, ഇതെല്ലാം ഒഴിവാക്കണമെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ വെട്ടാൻ വേണ്ടി കൈ ഉയർത്തുമ്പോൾ കർത്താവ് എതിരെ വരും. വെട്ടണ്ട, നിൽക്കട്ടെ എന്ന് പറയും. നമുക്കൊരു അവസരം തരാമെന്ന്, നമുക്കൊരു അവസരം കൂടി കൊടുക്കാം. അവസരങ്ങൾ കൊടുക്കണ ദൈവം കർത്താവിൻ്റെ പഠനങ്ങളിൽ ഏറ്റവും വലിയ ഒരു സംഭവമാണ്. നമ്മൾ ക്ഷമയെന്നാണ് അതിനെ പറ്റി പറയണത്. ചുമ്മാ ക്ഷമയെന്നും പറഞ്ഞാൽ റെഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ദൈവം നമുക്കൊരു അവസരം, ഇവിടുത്തെ ദൈവം ഒരു അവസരം എന്തിനാണ് കൊടുക്കുന്നത്? ഇപ്പോൾ നമുക്ക് ഇപ്പോൾ വരുമാനം ഇല്ലാത്ത വിഷയം വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് നമുക്ക് അനുകൂലമായി, നെഗറ്റീവല്ല, പോസിറ്റീവായിട്ടുള്ള വരുമാനമാണ്. പോസിറ്റീവായിട്ട് വരുമാനമില്ലാത്ത നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്ന, സൗഖ്യം ഉണ്ടാക്കുന്ന, വളർച്ച, ഭൗതിക വളർച്ച ഉണ്ടാക്കുന്ന ഒരു ഗുണവും ഇല്ലാത്ത വിഷയങ്ങൾ ശരിയില്ല. ഇപ്പം ഞാൻ ചില സമയത്ത് കർത്താവിനോട് ചോദിച്ചിട്ടുണ്ട്, കർത്താവ് ഈച്ചനെ എന്തിനാ സൃഷ്ടിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് സാധനം കാണുമെങ്കിലും അരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ചില സമയത്ത് ഈ പാമ്പ് വർഗ്ഗങ്ങൾ എന്തുമാത്രമാണ്. ഇതിനെ കാണുന്നത് കാരണം ഒരു പാമ്പ് കടിക്കണ പേടിയല്ല, ഇതിനെ കാണാൻ തന്നെ ഒരു വൃത്തികേടാണ് ഈ സാധനത്തിന്. അപ്പോൾ ഞാൻ കർത്താവിനെ ചോദിക്കും, കർത്താവ് ഈ പാമ്പിനെയൊക്കെ ഒഴിവാക്കി എന്തിനാണ് സൃഷ്ടിച്ചെന്ന് ചോദിക്കും. അപ്പോൾ നമുക്കിങ്ങനെ എന്തെങ്കിലും നമുക്കിഷ്ടമില്ലാത്തതിനെ ഒഴിവാക്കണമെന്നുള്ള ഒരു രീതിയാണ്. നമുക്കിഷ്ടമില്ലാത്ത കുഞ്ഞിനെ അബോർട്ട് ചെയ്യണമെന്ന്, അതൊരു മെൻറ്റാലിറ്റിയാണ്. അല്ല, അത് മനുഷ്യൻ്റെ അടിസ്ഥാനപരമായൊരു മെൻറ്റാലിറ്റിയാണ്. നമുക്കിഷ്ടമില്ലാത്തതിന് അവസരം നിഷേധിക്കണമെന്ന്, നമുക്കിഷ്ടമില്ലാത്തതിനെ അവസരം നിഷേധിക്കണം എന്ന് വെച്ചാൽ നമുക്ക് സുഖവും താല്പര്യവും സന്ധിപ്പും സമാധാനവും സന്തോഷവും സമ്പത്തും അധികാരവും പേരും തരാത്ത ഒന്നിനെയും വെച്ച് പൊറുപ്പിക്കരുത് എന്നുള്ള മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ നിലപാടിന് എതിരെയാണ് ക്രിസ്തു. അതാണ് കുരിശെന്ന് പറയുന്നത്. കുരിശ് കാണുമ്പോൾ തന്നെ നോക്കുമ്പോൾ എന്തിൻ്റെ എതിരാണല്ല, എതിർചിഹ്നമാണല്ല കുരിശ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സുഖം, നമുക്ക് സംരക്ഷണം, നമുക്ക് സമ്പത്ത്, നമുക്ക് അധികാരം, നമുക്ക് സന്തോഷം, നമുക്ക് സുരക്ഷിതത്വം, നമുക്ക് പേര്, നമുക്ക് പെരുമ, ഇങ്ങനെ തരാത്ത എല്ലാ സാഹചര്യങ്ങളും വ്യക്തികൾക്കും അവസരം നിഷേധിക്കുക എന്നുള്ള നിലപാടാണ് ലോകത്തുള്ള നിലപാട്. ഈ നിലപാടിനെതിരാണ് ഈശോ പറയണത് 13:8 അതവിടെ നിൽക്കട്ടെ എന്ന് പറയണത്. ഒരു പക്ഷേ നമുക്കൊന്നുകൂടി ട്രൈ ചെയ്യാം, നാളെ കുറച്ചുകൂടി മെച്ചമായിരിക്കും. അയ്യോ, എന്നാ ഒരു വചനമാണ് കർത്താവിൻ്റെത്. അതായത് നാളെ കുറച്ചുകൂടി മെച്ചമായിരിക്കുമെന്ന്. മനുഷ്യരാശിയുടെ ഹൃദയത്തിലേക്ക് ദൈവയുടെ മനുഷ്യാവതാരം ചെയ്തപ്പോൾ വിട്ടിട്ട് പോയ വിത്തതാണ് നാളെ. ഇന്നിങ്ങനെയാണെങ്കിൽ വിഷമിക്കണ്ട, നാളെ നിന്റെ ജീവിതം, നിന്റെ വീട്, നിന്റെ ഭാവി കുറച്ചുകൂടി മെച്ചമായിരിക്കും. ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു നല്ലവൻ, അവൻ വല്ലവൻ, അവൻ ദയയോ എന്നുമുള്ളത്. യേശു നല്ലവൻ, അവൻ വല്ലവൻ, അവൻ ദയയോ എന്നുമുള്ളത്. പെരുവെള്ളത്തിൻ നിറച്ചിൽ മഴ സ്തുതിച്ചിടുക നാം അവന്റെ നാമം. പെരുവെള്ളത്തിൻ നിറച്ചിൽ മഴ സ്തുതിച്ചിടുക നാം അവന്റെ നാമം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
മഹത്വവും ന്യായവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നേശുവിന്. ആമേൻ. മഹത്വവും ന്യായവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നേശുവിന്. നാളെ കുറച്ചുകൂടി മെച്ചമായിരിക്കും എന്ന് പറയുന്ന ദൈവത്തിൻ്റെ അവസരം കൊടുക്കുന്ന അപ്പൻ്റെ കാത്തിരിപ്പിൻ്റെ മാനസികാവസ്ഥയില്ലേ, അതാണ് ദൈവ മനസ്സെന്ന് പറയുന്നത്. ശരിക്കും നമ്മളൊന്ന് ധ്യാനിച്ച് നോക്കിയാലേ നമ്മളീ ധൂർത്തപുത്രൻ എന്ന നെഗറ്റീവായിട്ട് പറയുന്ന ഒരു കഥയില്ലേ, അതിലെന്താ ശരിക്കും പറഞ്ഞാൽ എൻ്റെ അടിയൊഴുക്ക് എന്താണ്? ഒരവസരം കൂടി കൊടുക്കണം, മകനാകാൻ ഒരു അവസരം കൂടി. അയ്യോ എന്ത് രസമാണ് കേൾക്കാൻ. മകനാകാൻ ഒരവസരം കൂടി കൊടുക്കണം പിതാവിൻ്റെ കഥയാണത്. അവനൊരു അവസരം ചോദിച്ചില്ല, അവസരം ചോദിച്ചില്ല. അവൻ പറഞ്ഞു, അപ്പാ അബദ്ധം ഒത്തിരി വന്നു പോയപ്പാ എന്ന് പറയും. അവൻ കണ്ണുനീരോടെയാണ് പറയണത്, എല്ലും കോലുമായെന്ന് പറഞ്ഞത്. അപ്പാ ഒത്തിരി അബദ്ധങ്ങൾ വന്നു പോയപ്പാ, ഒരബദ്ധം തന്നെയാണ് എൻ്റെ ജീവിതം. എങ്കിലും ഈ വേദിക്കെട്ടിൻ്റെ ഉള്ളിൽ നിൻ്റെ വേലക്കാരനാകാൻ ഒരവസരം. അയ്യോ എന്തൊരു ചോദ്യമാണ് അവൻ്റെ. അപ്പാ അബദ്ധങ്ങൾ വന്നു പോയപ്പാ, എങ്കിലും നിൻ്റെ വേദിക്കെട്ടിനുള്ളിൽ ഒരു വേലക്കാരനാകാൻ ഒരവസരം. വേലക്കാരൻ അത് കെഞ്ചി ചോദിക്കുകയാണ്. ആ ചോദ്യത്തിൻ്റെ മുമ്പിൽ അപ്പൻ തളർന്നിട്ട് പറയും, അങ്ങനെ വേലക്കാരനാകാൻ ഒരവസരം നിനക്ക് അതിൻ്റെ ധർമ്മമല്ല. എന്നിട്ട് അപ്പം പറയും, നിങ്ങൾ അവന് കൈവിരലിലെ മോതിരമിട്. പിന്നെ അപ്പം വേലക്കാരോട് പറയും, നിങ്ങൾ അവന് കാലിൽ ചെരുപ്പിട്. എന്നിട്ട് അപ്പം വേലക്കാരനോട് പറയും, നിങ്ങളവന് നല്ല ഉടുപ്പ് കൊണ്ടുവന്നിട്, ഞാൻ എൻ്റെ കണ്ണ് നിറഞ്ഞൊന്ന് കാണട്ടവനെ, പണ്ടത്തെ എൻ്റെ മകനല്ലേ, അവനൊന്ന് കാണട്ടെ. പിന്നെ പറയും, നിങ്ങൾ കൊഴുത്ത കാളക്കുട്ടിയെ കൊല്ല്, നിങ്ങൾ വിരുന്നൊരുക്ക്, നമുക്കൊരുമിച്ച് ഭക്ഷിക്കാം, നൃത്തക്കാരെ വിളിച്ചുകൊണ്ട് വാ. ഇങ്ങനെ അപ്പനിങ്ങനെ എല്ലാം പറയുമ്പോൾ അപ്പം പറയാതെ പറയണ ഒരു കാര്യമുണ്ട് 15:22, അതായത് മകനെ നിനക്കൊരവസരം വേലക്കാരനായി ചോദിച്ചാണ് നീ, പക്ഷെ ഞാൻ നിനക്ക് തരണത് മകനാകാൻ കൂടി ഒരു അവസരമാണ്. അത് നിനക്ക് തരണ ധർമ്മമല്ല, അത് നിനക്ക് തരണ ഔദാര്യമല്ല, അത് നിനക്ക് തരണ ഓശാരമല്ല, അത് ഞാൻ നിനക്ക് തരണ അവകാശമാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. 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 യേശുവേ ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ മഹത്വം മഹത്വം. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ. 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 ആ ഹല്ലേലൂയ. ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ആ ഹല്ലേലൂയ. ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. യേശു കർത്താവ് ജീവിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. ഈ അപ്പൻ്റെ മാനസികാവസ്ഥകൾ പിന്നെയും വെളിവാകുന്നത് മത്തായി 20:15 അപ്പൻ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഒരു, അതായത് വേലക്കാരൻ്റെ അവസരം ചോദിച്ചവന് മകൻ്റെ അവകാശം കൊടുത്തിട്ട് പറയും, അത് ഔദാര്യമല്ല, നിൻ്റെ അവകാശമാണെന്ന് പറയുന്ന അപ്പൻ്റെ മനസ്സില്ലേ. ഇതാണ് ദൈവ മനസ്സ്. എന്നിട്ട് ഈ ദൈവ മനസ്സ് വെളിപ്പെടുത്തുന്ന പുസ്തകത്തിനെക്കുറിച്ചാണ് പൗലോസ് പറഞ്ഞത്, ഇത് കാളയെക്കുറിച്ച് എഴുതിയിട്ടില്ല, കാളയെക്കുറിച്ച് പറഞ്ഞാലും ദൈവത്തിൻ്റെ മനസ്സിൽ നീയാണ്, മനുഷ്യനാണ്. ശ്രുതികട്ടെ. ഹല്ലേലൂയ. അനുഗ്രഹത്തിൻ അധിപതിയേ അനുഗ്രഹ തിരുനദിയേ, അനുഗ്രഹത്തിൻ അധിപതിയേ അനുഗ്രഹ തിരുനദിയേ, അനുദിനം നിൻ പദഗതിയേ അടിയനുദിൻ കൃപനദിയേ, അനുദിനം നിൻ പദഗതിയേ അടിയനുദിൻ കൃപനദിയേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിട്ട്. നിങ്ങൾക്ക് ഒരു കാര്യം അറിയാവോ, ഈശോയ്ക്ക് ഭയങ്കര പ്രണയമായിരുന്നു. ആരോട്? അപ്പായോട്. ഈശോ സംസാരിക്കണ മൊത്തം കാര്യം അപ്പയെക്കുറിച്ചാണ്. നമ്മൾക്ക് മനസ്സിലാകത്തില്ല പെട്ടെന്ന്. പിതാവെന്നൊന്നും പേരൊന്നും പറയത്തില്ല. എന്നിട്ട് ചോദിക്കും, ഞാൻ ഉദാരനായത് നിമിത്തം. അപ്പൻ്റെ ഔദാര്യത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം പിന്നീട് നമ്മൾ 10:15 വരുമ്പോഴേ, മത്തായി 10:15 വരുമ്പോൾ എന്താ വായിക്കണത്? ഞാൻ ഉദാരനായത് നിമിത്തം നിങ്ങൾ അസൂയപ്പെടുന്നു, എനിക്കുള്ളത് എനിക്കിഷ്ടമുള്ളവർക്ക് കൊടുത്തുകൂടെ എന്ന്.
ഇതെല്ലാം ഈ ധൂർത്തപുത്രൻ്റെ കഥയോട് ആ അവകാശം നൽകുന്ന, അവസരം നൽകുന്ന പിതാവിൻ്റെ മനസ്സിനോട് ചേർത്ത് വെക്കേണ്ടതാണ്. ഈ ദൈവത്തിൻ്റെ ഔദാര്യത്തിലേക്കാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പായെക്കുറിച്ച് ഈശോയ്ക്ക് ഭയങ്കരമായി ഉള്ള ഒരു ഐഡിയ ഉണ്ടായി. അപ്പായെ അനുഭവിച്ചിട്ട് പറഞ്ഞത്, നിങ്ങൾക്ക് അപ്പായെ അറിയാമോ? എൻ്റെ മനസ്സിലൊക്കെ എപ്പോഴും പറയും, ഞാൻ കുരിശിൽ തൂങ്ങാം, മരിക്കാം, എന്നെ അവർ തുപ്പുകയോ ആട്ടുകയോ കൊത്തുകയോ ചവിട്ടുകയോ എന്ത് വേണം ചെയ്തോട്ടെ, പക്ഷേ എൻ്റെ മനസ്സ് പറയണത്, മക്കളെ, എൻ്റെ അപ്പാനെ പോലെ നിങ്ങളായെങ്കിലെന്നാണ് ഞാനിങ്ങനെ ആശിക്കണമെന്ന് പറയും. എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനാണെന്ന്. ഈശോ അനുഭവിച്ച അപ്പനാണത്. എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനാണ്, അതുപോലെ നിങ്ങളും പരിപൂർണരായിരിക്കണം. ശ്രുതിയുടെ ഹല്ലേലൂയ. 5:48 ശ്രുതിയുടെ ഹല്ലേലൂയ. പിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ. പിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇസ്രായേലിൻ നാഥനായി വാഴും ഏകദൈവം, സത്യജീവമാർഗ്ഗമാണു ദൈവം, മധ്യനായി ഭൂമിയിൽ പിറന്നു സ്നേഹദൈവം, നിത്യജീവനേകിടുന്നു ദൈവം. പിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ. ഇസ്രായേലിൻ നാഥനായി വാഴും ഏകദൈവം, സത്യജീവമാർഗ്ഗമാണു ദൈവം, മധ്യനായി ഭൂമിയിൽ പിറന്നു സ്നേഹദൈവം, നിത്യജീവനേകിടുന്നു ദൈവം. പിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ. പിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ വചനം വളരെ ഹൃദ്യമായി ഈശോ നമുക്ക് പകർന്നു തന്നു. നമ്മൾ രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. കൃപാസനത്തിൻ്റെ അൾത്താര പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അൾത്താരയിലാണ് ആരാധന നടത്തുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓരോ സങ്കടങ്ങൾക്കും അമ്മയുടെ നിരന്തരമായ മാധ്യസ്ഥം ഉണ്ടതിൻ്റെ തെളിവ് കൃപാസനത്തിൻ്റെ യൂട്യൂബിലെ സാക്ഷ്യങ്ങൾ കേട്ടാൽ മനസ്സിലാകും. സാക്ഷ്യം നിലക്കാത്ത, അപ്പനുറങ്ങാത്ത വീടെന്ന് പറഞ്ഞ പോലെ സാക്ഷ്യം നിലക്കാത്ത അൾത്താരയാണിത്. കാര്യം എന്താണ്? അമ്മ നിരന്തരം മധ്യസ്ഥം വഹിക്കുന്നത് കൊണ്ടാണ്. ഈശോ ഇടപെടാവുന്ന വിഷയങ്ങളിലും ഇടപെടാൻ പാടില്ലാത്ത വിഷയങ്ങളിലും ഒക്കെ ഇടപെട്ടുകൊണ്ട് മക്കൾ ലൈവിൽ തന്നെ കയറി വന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി വരുന്നവരുടെ എണ്ണം ഈ ലോക്ക്ഡൗൺ കാലത്ത് ഗൂഗിൾ മീറ്റിൽ എന്തുമാത്രമാണ് വരണത്. എന്ത് സന്തോഷത്തോടും ആശ്വാസത്തോടും അവരത് പറയണത്. അതുകൊണ്ട് ഞങ്ങളെപ്പോഴും ജനങ്ങളുടെ വേദനകളുമായിട്ടാണ്, ജനങ്ങളുടെ ഭാരങ്ങളുമായിട്ടാണ് മുമ്പിൽ നിൽക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്ത് അവൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്താണ് പറഞ്ഞത്? നമ്മുടെ ഭാരങ്ങൾ ആണ് അവൻ ചുമന്നത്, നമ്മുടെ രോഗങ്ങൾ ആണ് അവൻ വഹിച്ചത്. ഭാരങ്ങൾ ചുമക്കാനും രോഗങ്ങൾ വഹിക്കാനും അവൻ മനുഷ്യൻ്റെ അവതാരത്തിലെത്തുമ്പോഴേ അവൻ പറഞ്ഞു, അധ്വാനിക്കുന്നവനെ, ഭാരം വഹിക്കുന്നവനെ എൻ്റെ അടുക്കൽ വരിക. എന്നിട്ട് അവൻ പറഞ്ഞു, അവസാന കാലം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും.
അവസാന കാലം വരെ ഞാൻ നിങ്ങളോട് ഉണ്ടായിരിക്കുമെന്ന് അരുളിച്ചതവൻ. അർത്ഥവത്തായിട്ട് വാക്ക് പാലിക്കുന്നതാണ് അൾത്താരയിൽ പരിശുദ്ധ കുർബാനയുടെ ആരാധന സാന്നിധ്യമെങ്കിൽ ഭാരം വഹിക്കേണ്ട, ഭാരം എടുത്തു വെക്കേണ്ട, രോഗങ്ങൾ ഏൽപ്പിക്കേണ്ട സ്ഥലമാണിത്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അമ്മയുടെ മധ്യസ്ഥത്തിലെ കർത്താവിൻ്റെ കൃപയിൽ മക്കൾ സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. പ്രാർത്ഥിക്കട്ടെ. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, രോഗാതുരമായ ഹൃദയഭാരത്തോടുകൂടി ശരീരം നുറുങ്ങി ഇന്നലെ രാത്രി വരെ ഉറക്കമില്ലാതെ വേദനപ്പെട്ടുകൊണ്ട് അവസാന അഭയം പോലെ അമ്മയുടെ മധ്യസ്ഥത്തിലെ ഈ ആരാധനയിലെ അഭയം തേടിയിരിക്കുന്ന മാരക രോഗികള് തീരവേദികള് യേശുവിന്റെ നാമത്തിലെ സൗഖ്യമാകട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. സ്നേഹത്തോടെ പാടുക. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. താങ്ങിയെന്നേ തിരുരക്തത്താൽ കഴുകണമേ, തിരുക്കരത്താൽ താങ്ങിയെന്നേ തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴക്കോ തീയട്ടെ, പെരുമഴക്കോ തീയട്ടെ. യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിൻ തിരുരക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിൻ തിരുരക്തം. മക്കളെ ആശ്വാസത്തോടെ അടിവയറ്റ് കൈവെക്കുക, ആശ്വാസത്തോടു കൂടി. എന്തിനാണെന്നറിയുമോ അടിവയറ്റ് കൈവെക്കാൻ പറഞ്ഞിരിക്കുന്നത്? അടിവയറ്റിൽ ഉണ്ടാകുന്ന മുഴുവൻ രോഗങ്ങളെ കർത്താവ് സ്പർശിക്കുന്ന സമയമാണിത്. കർത്താവ് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ നിങ്ങളോട് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ വെറുതെ ഗണിച്ച് പറഞ്ഞതല്ല. അടിവയറ്റിൽ ചിലപ്പോൾ ഈ സിസ്റ്റ് വളരുന്നവരുണ്ടാകും, അല്ലേ? ചില മൂത്രാശയത്തിൽ സിസ്റ്റ് വളരുന്നവരുണ്ടാകും, പിസ്റ്റുല രോഗികളുണ്ടാകും, PCOD രോഗികളുണ്ടാകും, അണ്ടാശയത്തിൽ നീർക്കെട്ടലുണ്ടാകും, ഫെല്ലോപ്പിൻ ട്യൂബും അതുപോലെ അണ്ടനാളികളും എല്ലാം ബ്ലോക്കായവരുണ്ടാകും, അരിസസ് രോഗികളുണ്ടാകും, അടിയുദരം ഇങ്ങനെ പെരുക്കണ പോലെ തോന്നണവരുണ്ടാകും, വയറ് തൂങ്ങണ പോലെ തോന്നണുണ്ടാകും, അതിൻ്റെ പേര് നടുവേദന അനുഭവിക്കുന്നവരുണ്ടാകും, വയറ് പൊള്ളുന്നവരുണ്ടാകും. എൻ്റെ മക്കളെ, കർത്താവിൻ്റെ നാമത്തിൽ അമ്മയുടെ മധ്യത്തിൽ അടിവയറ്റിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ, ശ്രുതിക്കട്ടെ. കർത്താവേ, ഇതിന് ഉന്നതമായ നാമത്തിന് ഞാൻ സ്വസ്ത്രം ചെയ്യുന്ന കർത്താവേ, ഇപ്പോൾ അടിവയറ്റിൽ കർത്താവേ കൈവച്ചുകൊണ്ട് അനേകം മക്കളെ നിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. മരുന്ന് രേവനമല്ല കർത്താവേ, അങ്ങനെ വചനമാണ് കർത്താവേ, അങ്ങനെ മക്കളെ സുഖപ്പെടുന്ന കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. യേശുക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ക്രിസ്ത്യൻ അധികാരത്തിൽ മാർഗ രോഗങ്ങൾ മാറിപ്പോകട്ടെ, സൗഖ്യമാകട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. തിരുക്കരത്താൽ താങ്ങിയെന്നേ തിരുരക്തത്താൽ കഴുകണമേ, തിരുക്കരത്താൽ താങ്ങിയെന്നേ തിരുരക്തത്താൽ കഴുകണമേ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമക്കളെ, നെഞ്ചത്ത് കൈവെക്കുക, നെഞ്ചിൽ കൈവെക്കുക. ശ്വാസകോശ രോഗികളുണ്ടാകും,
ബസ്സിന് ക്യാൻസർ ഉള്ളവരുണ്ടാകും, പതിരയ്ക്ക് നീര് കെട്ടിയവരുണ്ടാകും, വലിവ് രോഗികളുണ്ടാകും. അങ്ങനെയുള്ളവരെല്ലാവരും നെഞ്ചത്ത് കൈവെക്കണം. കർത്താവിൻ്റെ കൈയായി നിൻ്റെ കൈ മാറുന്ന സമയമാണ് മക്കളെ. കൃപാസാറിയുന്ന അമ്മ ഈ നിമിഷം നിനക്ക് വേണ്ടി നിന്നെ കാണുന്നുണ്ട്, നിൻ്റെ കണ്ണുനീര് കാണുന്നുണ്ട്. കർത്താവ് നിൻ്റെ കണ്ണുനീര് തൂക്കി നോക്കുന്നുണ്ട്. ഞാൻ നിൻ്റെ കണ്ണുനീരെല്ലാം കുപ്പിലാക്കി അളന്നു വെച്ചിരിക്കണമെന്ന് പറഞ്ഞില്ലേ? ആ ദൈവം തന്നെയാണ് അൽത്താരയിൽ ആരാധനയായിരിക്കുന്നത്. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, മാരക രോഗികളെ, ഈശോ, മരണത്തെ മുഖാമുഖം കാണുന്ന രോഗികളെ, ഇനി മരുന്നില്ലെന്ന് തിരിച്ചറിയുന്ന രോഗികളെ ഇപ്പോഴും സ്പർശിക്കണമേ. മരുന്ന് ലേപനമല്ല കർത്താവേ, അങ്ങയുടെ വചനമാണല്ലോ അങ്ങയുടെ മക്കളെ സുഖപ്പെടുത്തുന്നത്. കർത്താവേ, നിന്റെ തിരുമുറിവാർന്ന ആണിപ്പഴുതാർന്ന അത്ഭുതകരം വലതുകരം, ആശ്വാസത്തിന്റെ വലതുകരം ഓരോ നെഞ്ചിലും പതിയട്ടെ. ഓരോ നെഞ്ചിലും യേശുവിന്റെ കരങ്ങള് പതിയട്ടെ. അമ്മ മധ്യസ്ഥം വഹിക്കട്ടെ. ഈശോ, മാരക രോഗങ്ങള്, ശ്വാസകോശ രോഗങ്ങള്, ക്യാൻസർ രോഗങ്ങള്, തൈറോയ്ഡ് രോഗങ്ങള്, തൊണ്ടയുടെ അസുഖങ്ങള് യേശുനാമത്തിലെ സൗഖ്യമാകട്ടെ. ശ്രദ്ധിക്കട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇനി മക്കളെ ശിരസിലാണ് കൈവെക്കേണ്ടത്. കർത്താവേ, നിൻ്റെ കൈ ആയിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ മതി. നീ കൈവെക്കുമ്പോൾ പറയണം, കർത്താവേ, ഇത് നിൻ്റെ കൈ ആയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. അടിപ്പുഴ പോലെ വൈദാഖാമ ദൈവികമായ ശക്തി നിന്നിലേക്ക് ആവശ്യിക്കാൻ വേണ്ടി അഭിഷിക്തം പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന സമയമാണ്. കർത്താവേ, അനേകം മക്കൾ ഇപ്പോഴേ വേദനയോടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഈശോ, കർത്താവേ, ദിനം മുഴുക്കത്ത് നൽകുന്ന വിശുദ്ധമായ രക്തം ആ തലകളിലേക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ, തലയുടെ ഉള്ളിൽ വേദനയുള്ളവരുണ്ട് കർത്താവേ. തലയുടെ ഉള്ളിലെ മസ്തിഷ്കങ്ങളിലെല്ലാം കർത്താവ് രക്തോട്ടം കുറയുള്ളവരുണ്ട് കർത്താവേ. അവിടെയും ശിച്ചുള്ളവരുണ്ട് കർത്താവേ. പലതരത്തിൽ രോഗങ്ങളുള്ളവരുണ്ട് കർത്താവേ. ഈശോ, അവരെല്ലാം നീ സ്പർശിക്കണമേ. കണ്ണിന് കാഴ്ചക്കുറവുള്ളവരെ, ചെവിക്ക് കേൾവിക്കുറവുള്ളവരെ, നക്കിൻ്റെ രോഗികൾ കർത്താവേ, തൊണ്ടയുടെ രോഗികൾ യേശു ക്രിസ്തുവേ, ഈ നിമിഷം കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തെ മഹത്വപ്പെടുത്തുന്ന കർത്താവേ. ഈശോ, സഭയുടെ സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവേ. നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തുന്ന കർത്താവേ. അമ്മ പരിശുദ്ധമേ ദേവമാതാവേ, ഇപ്പോഴും മധ്യസ്ഥം വഹിക്കണമേ. സീസസിൻ്റെ രോഗങ്ങൾ, വാതരോഗങ്ങൾ, ഉള്ളംകാല് മുതൽ ഉക്ക് കർത്താവേ, ഉള്ളം ഉച്ചവരെയുള്ള രോഗങ്ങൾ, പാങ്ക്രിയാസ് രോഗങ്ങൾ, ഷുഗർ രോഗങ്ങൾ, കരരോഗങ്ങൾ, ലിവർ രോഗങ്ങൾ കർത്താവേ ഇപ്പോൾ സ്പർശിക്കണമേ. നടുവ് രോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ ഇപ്പോൾ സ്പർശിക്കണമേ. ത്വക്ക് രോഗങ്ങൾ ഇപ്പോൾ സ്പർശിക്കണമേ. യേശുവിന്റെ നാമത്തിൽ മാർഗ രോഗങ്ങൾ ഇപ്പോഴേ യേശുവിന്റെ നാമത്തിൽ, കർത്താവിന്റെ കുരിശിന്റെ നാമത്തിൽ, കുരിശിന്റെ ശക്തിയാൽ സൗഖ്യമാകട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമക്കളെ, കൃപാസനത്തിൻ്റെ അൾത്താരയാണ്. 2006 ഡിസംബർ 7-ാം തീയതി ഈ അൾത്താരയിലാണ് അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ദുരന്തം ഉണ്ടാകാൻ പോകുന്നു പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത്. അന്ന് മുതൽ ഇന്നുവരെ ദുരന്തങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. നമ്മൾ അതുപോലെ സമാന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഉയർന്നു പോവുകയാണ്. ഇതിൻ്റെ എല്ലാത്തിനും അവസാനം അമ്മ ഒരു തീരുമാനം, അപ്പായുടെ തീരുമാനം, ദൈവത്തിൻ്റെ കരുണയുടെ തീരുമാനം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രത്യാശിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ദുരന്തത്തെ പോലെ തന്നെ ഓരോ വ്യക്തിയുടെ ജീവിതത്തിൽ വിവാഹം ഒത്തുവന്നില്ലെങ്കിൽ ആ വ്യക്തിയുടെ ഒരു ദുരന്തം പോലെയാണ്. കുഞ്ഞുങ്ങളില്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ ഒരു ദുരന്തം പോലെയാണ്. ജോലി ഇല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ ദുരന്തം പോലെയാണ്. ആ കുടുംബത്തിൽ സമാധാനം ഇല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ ദുരന്തം പോലെയാണ്. ആ കുടുംബത്തിൽ വഴിയില്ല, വീടില്ല, വാടകയ്ക്ക് താമസിക്കണമെങ്കിൽ ആ കുടുംബത്തിൻ്റെ ദുരന്തം പോലെയാണ്. പഠിച്ചിട്ട് കയറണില്ല, അതുപോലെ തന്നെ നൈപുണ്യ പരീക്ഷകൾ, വ്യത്യസ്തങ്ങളായ ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള യാത്രകൾ, ജോലി കിട്ടിയില്ലെങ്കിൽ കർത്താവ് അതെല്ലാം ദുരന്തം പോലെയാണ്. ഇങ്ങനെ സ്വകാര്യ ദുരന്തങ്ങളുടെ മേൽ കർത്താവ് പ്രാർത്ഥിക്കണമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അമ്മ എഴുന്നള്ളിയിരിക്കുന്ന മധ്യസ്ഥം വഹിക്കുന്ന ഈ അൾത്താരയിൽ ഇപ്പോഴും ദിവ്യകുർബാന ജ്വലിച്ച് നിൽക്കുമ്പോഴേ നിൻ്റെ ദുരന്തങ്ങൾക്കെതിരെ, നിൻ്റെ
വ്യക്തി ദുരന്തങ്ങൾ, അത് രോഗമായാലും ക്ഷീണമായാലും വീടില്ലാത്ത അവസ്ഥയായാലും കർത്താവെ, അനേകം മക്കൾ കർത്താവെ, കുഞ്ഞുങ്ങൾ, നടക്കാത്ത കുഞ്ഞുങ്ങൾ കർത്താവെ, ഒത്തിരി പേര് സുഖപ്പെട്ടവരായ കർത്താവ് ഇപ്പോൾ സാക്ഷ്യം പറഞ്ഞ കർത്താവ്, അതുപോലെ കർത്താവെ അനേകം മക്കൾ കർത്താവെ, കർത്താവെ ജോലിയില്ലാത്തവർ, വീടില്ലാത്തവർ, വിവാഹം ഒത്തുവരാത്തവർ കർത്താവെ, സമാധാനം ഇല്ലാത്തവർ, സാമ്പത്തികമായ കടങ്ങളാൽ തകർന്നടിഞ്ഞിരിക്കുന്നവർ കർത്താവെ, അനുദിനം 10 ദിവസത്തെ ജീവിക്കാനുള്ള അരി മാത്രമേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ ഫേസ്ബുക്കിൽ കർത്താവെ അനേകം പേര് കർത്താവെ പോസ്റ്റിട്ടുണ്ട് കർത്താവെ. അതങ്ങനെയുള്ള എല്ലാവരുടെയും ജീവിതത്തെ, ഞങ്ങളിപ്പോഴേ വരുമാനമില്ലാത്ത മക്കളുടെ ജീവിതത്തെ കർത്താവ്, രോഗത്തിന് മരുന്ന് വാങ്ങാൻ പോലും പണമില്ലാത്ത മക്കളുടെ ജീവിതത്തെ കർത്താവെ അങ്ങനെ ദിവസത്തിൽ സമർപ്പിക്കുന്ന കർത്താവ്. ഓരോ സംഭവങ്ങൾ, വരുമാന മാർഗ്ഗങ്ങളെല്ലാം കർത്താവ് അടഞ്ഞു പോയിട്ടവർക്കുള്ളവർ കർത്താവ്, അതേസമയം തന്നെ ബാങ്കുകളിൽ അവരുടെ പലിശകളാൽ സഹിതം കർത്താവ് മുതലടക്കേണ്ടി വരുന്നവർ, അതിൻ്റെ പേരിൽ കടമായി തിരുന്നവർ കർത്താവ്, ജെട്ട് നടപടി നീടുന്നവർ, എന്ത് ചെയ്യുമെന്ന് അറിയാൻ പാടില്ലാതെ എങ്ങനെ ജീവിക്കും, ചത്താ മതി എന്ന് കർത്താവ് മനസ്സുകൊണ്ട് സ്വന്തമായിട്ട് പ്രാകുന്നവരുടെ കർത്താവ്, എന്തൊരു കാലമാണ് കർത്താവ്, ഇരുട്ടിൻ്റെ കാലത്ത് കർത്താവ് നിന്റെ കൈ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ കർത്താവ് ഇന്ന് വരെ ഈ അൾത്താരെ ചൊരിഞ്ഞിട്ടുള്ള കർത്താവിൻ്റെ അടുത്ത് ചൊരിഞ്ഞിട്ടുള്ള കണ്ണുനീര്, എല്ലാ വിശ്വാസത്തെ കണ്ണുനീര് കർത്താവ് ഇപ്പോൾ അങ്ങനെ ദിവസം സമർപ്പിക്കുന്ന കർത്താവ്. ഈശോ, നീ വിശുദ്ധ, നീ വിയർപ്പിന് കർത്താവ് ഓർമ്മയിൽ കർത്താവ്, നീ വിയർപ്പിൻ്റെ അടിസ്ഥാനത്തിൽ കർത്താവ് നിന്നോട് ഞങ്ങൾ കാത്താണ് വീണ് കർത്താവ് കേണപേക്ഷിക്കുന്ന കർത്താവ്. ഈശോ, ജീവിതത്തിൽ ദുരിതം അനുഭവിക്കുന്നവരെ, ഓരോരോ തരത്തിൽ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരെ, പ്രാർത്ഥിക്കുമ്പോൾ കണ്ണ് നിറയുന്ന കർത്താവ്, അവരെല്ലാം നിന്റെ അലിവാർന്ന അനുകമ്പയാർന്ന ജനക്കൂടത്തെ കണ്ടപ്പോൾ കർത്താവ്, എനിക്ക് അനുകമ്പ തോന്നണമെന്ന് പറഞ്ഞ കർത്താവ്, ആ അനുകമ്പ നിത്യമായി തോന്നിക്കൊണ്ടിരിക്കുന്ന നിത്യദൈവമേ, സത്യദൈവമേ, നിന്റെ വിശുദ്ധമായ വലത് കരങ്ങൾ കർത്താവ് മക്കളുടെ മത്തിൽ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ വിശുദ്ധമായ അൾത്താരയിൽ എഴുന്നള്ളിരിക്കുന്ന കർത്താവിൻ്റെ ആരാധ്യമായ സന്നിധാനത്തിന് ശക്തിയാൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. ശ്രദ്ധിക്കട്ടെ, നിങ്ങളുടെ ജീവിത മേഖലകളിൽ കർത്താവ് ഇറങ്ങി വസിക്കട്ടെ, നിങ്ങളുടെ ജീവിത മേഖലകളിൽ കർത്താവ് ഇറങ്ങി വസിക്കട്ടെ, നിങ്ങളുടെ ജോലിയിടങ്ങളിൽ, നിന്റെ വീടിൻ്റെ ഇടങ്ങളിൽ, നിന്റെ വിശ്വാസത്തിൻ്റെ ഇടങ്ങളിൽ, നിന്റെ സമാധാനത്തിൻ്റെ മേഖലകളിൽ, നിന്റെ വിദ്യാഭ്യാസത്തിൻ്റെ മേഖലകളിൽ, നിന്റെ സാമ്പത്തിക മേഖലകളിൽ, നിന്റെ യാത്രാ മേഖലകളിൽ, നിന്റെ എല്ലാവിധ കൈവക്കങ്ങളുടെ ജീവിതമാർഗ മേഖലകളിൽ കർത്താവ് അനുഗ്രഹിക്കട്ടെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ, ഉയർത്തത്തെ അനുഗ്രഹിക്കട്ടെ, വീണ്ടും വരാമെന്ന് പറഞ്ഞ് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈ അനുഗ്രഹം നിറയട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ദൈവം ദേവി ആത്മാവിൻ സമാധാനം സന്തോഷം ദാനമായ വെള്ളം കിടുന്നു. ദൈവം ദേവി ആത്മാവിൻ സമാധാനം സന്തോഷം ദാനമായ വെള്ളം കിടുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, സമാപന ആശീർവാദം സ്വീകരിക്കുന്ന സമയമാണ്. എന്തെങ്കിലും മൗനമായി പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ സമയമുണ്ട്, ഇപ്പോൾ പ്രാർത്ഥിക്കണം. എന്തെങ്കിലും കർത്താവിനോട് മൗനമായി സങ്കടപ്പെടാനും ഭാരപ്പെടാനും ഉണ്ടെങ്കിൽ അമ്മ നിന്നെ നോക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മ വഴി നിങ്ങളുടെ വേദനകൾ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിക്കുക. കൃപാസനത്തിൻ്റെ ആരാധനയുടെ ലിങ്ക് നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യണം. ഇപ്പം തന്നെ ഷെയർ ചെയ്യണം. നമുക്ക് ദൈവത്തിന് വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും വലിയ ശുശ്രൂഷയാണത്. അറിയാത്തവരെ അറിയാൻ വേണ്ടി, എൻ്റെ അക്കൗണ്ടിലുള്ളവരെല്ലാം ഈ ആരാധന പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി അവരെ ആശീർവദിച്ചുകൊണ്ട് നീ കർത്താവിന് വേണ്ടി പുണ്യപ്രവൃത്തി ചെയ്യണം. എന്നിട്ട് പറയണം, കർത്താവ്, എൻ്റെ ഈ ഷെയറിങ് കാരണം അങ്ങേ അറിയാത്തവരറിഞ്ഞ് അങ്ങേ അനുഗ്രഹിക്കാൻ, ആഗ്രഹം സ്വീകരിച്ച് ആത്മരക്ഷ നേടാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സുവിശേഷ വേല പോലെ നീ ഷെയർ ചെയ്യണം. ഇപ്പോഴേ നവംബർ 1-ാം തീയതി നമ്മുടെ അതിമനോഹരമായ രീതിയിൽ 30 ലക്ഷത്തോളം ജനങ്ങൾ ഇപ്പം തന്നെ കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് അഖണ്ഡ ജപമാല മഹാറാലി എന്ന് പറഞ്ഞ ആ പ്രാർത്ഥനാ പ്രയാണം 31-ാം തീയതി പരിശുദ്ധ അമ്മയിൽ വിലംബ പ്രാപിച്ച അമ്മ പരിശുദ്ധ ഈശോമിശിഹാ വഴി പരിശുദ്ധ പിതാവിന് ദൈവപിതാവിന് സമർപ്പിക്കുന്ന വലിയ കാലങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. നിങ്ങൾ ജപമാലയിൽ മുറുകെ പിടിക്കുക, പ്രാർത്ഥനയിൽ നിലനിൽക്കുക. ലോകമിഷന് വേണ്ടിയും കൊറോണയിൽ ലോകത്തുനിന്ന് പൂർണ്ണമായി പിന്തിരിഞ്ഞ് മനുഷ്യ മാനസാന്തത്തിൻ്റെയും ദൈവ അറിവിൻ്റെയും ജീവിതത്തിലേക്ക് ഇപ്പോൾ തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിക്കണം.
നവംബർ 1-ാം തീയതി മുതൽ അതിനേക്കാൾ വലിയൊരു ശുശ്രൂഷ ആരംഭിക്കുകയാണ്. ജോമാരുടെ കൂടെ തന്നെ വീട്ടിലൊരു ദിവ്യസക്രാരി 24 മണിക്കൂറും ദിവ്യകുർബാന നിത്യകവാടം തുറന്നുകൊണ്ട് ദിവ്യകുർബാന നിത്യാരാധന എവർ ലൈവ്. നിൻ്റെ മൊബൈൽ തുറക്കുമ്പോൾ 24 മണിക്കൂറും ജീവനോടെ നിൻ്റെ കണ്ണുനീരും നിൻ്റെ വിഷമവും വേദനയും ഏറ്റുമേടിച്ച് നിന്നെ ആശ്വസിപ്പിക്കാൻ അൾത്താരയിലെ ദിവ്യകുർബാന പ്രതിഷ്ഠിക്കപ്പെട്ട് ആശ്വാസത്തിൻ്റെ വലിയ ദിനങ്ങൾ നമുക്ക് തുടങ്ങാൻ പോവുകയാണ്. കേരളത്തിലുള്ള പ്രധാനപ്പെട്ട അഭിഷിക്തരെല്ലാം ശുശ്രൂഷ ചെയ്യുന്നവരെല്ലാം 150 ശുശ്രൂഷകരാണ് ഈ പിതാക്കന്മാർ, വൈദികർ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ആത്മീയ പ്രേക്ഷിതർ, ശുശ്രൂഷകർ എല്ലാവരും നയിക്കുന്ന വലിയ അഭിഷേക ആരാധനയാണ് നവംബർ 1-ാം തീയതി മുതൽ നടക്കുന്നത്. ഇത് വലിയൊരു ദൈവാനുഗ്രഹമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അഭിനന്ദ പിതാവ് ആലപ്പുഴ രൂപതാധ്യക്ഷൻ ജെയിംസ് സനാർമൽ പിതാവ് രാവിലെ കൃപാസ്ഥാനക്കാരെ ബലിയർപ്പിച്ചുകൊണ്ട് നമ്മൾ നവംബർ മാസത്തെ വീട്ടിലൊരു ദിവ്യസക്രാരി എന്ന വലിയ ആരാധന ശുശ്രൂഷ 1 മാസത്തെ രാവും പകലുമുള്ള നിത്യാരാധന ആരംഭിക്കും. നിങ്ങളെല്ലാവരുടെയും ഇന്നുമുതൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അച്ഛൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അത് ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് കൂടി പങ്കെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഈ ശുശ്രൂഷ വലിയൊരു ദൈവാനുഗ്രഹമൊക്കെ മാറ്റാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. സമാപന ആശീർവാദത്തിനായി മുട്ടുകുത്താം. ഹല്ലേലൂയ 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 യേശുവേ മഹത്വം 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 മഹത്വം